മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ ഇഡി കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇഡി വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വിവരങ്ങൾ. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും തുടർ നടപടികളും ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയിട്ടുള്ള ഹർജിയാണ് ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കോടതി കേസ് പരിഗണിച്ചിരുന്നുവെങ്കിലും അരവിന്ദ് കെജ്രിവാൾ മുൻപോട്ട് വെച്ച ആവശ്യങ്ങൾ അടിയന്തരമായി പരിഗണിക്കാൻ കോടതി തയ്യാറായിരുന്നില്ല. ഇഡിയുടെ അറസ്റ്റും മറ്റു നടപടികളും ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ്, ചോദ്യം ചെയ്യാതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നും തനിക്കെതിരെ വ്യക്തമായ തെളിവുകളില്ല തുടങ്ങിയ വാദങ്ങൾ കെജ്രിവാൾ കോടതിക്ക് മുൻപിലേക്ക് വെക്കുകയും തന്നെ വിട്ടയക്കണം എന്ന അപേക്ഷ കോടതിക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. എന്നാൽ അതിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനോ അടിയന്തരമായി ഇടപെടാനോ തയ്യാറാകാത്ത കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ ഇഡി ഈ ഹർജിയിന്മേലുള്ള റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിലവിൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ഇഡിയുടെ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. പ്രധാന പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കൃത്യമായി ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടും വ്യക്തമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ ഒരു തീരുമാനമോ നിരീക്ഷണമോ കോടതിയിൽ നിന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇതേ കേസിൽ തന്നെ അറസ്റ്റിലായിരുന്ന കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അറസ്റ്റിലായിട്ടുള്ള ആം ആദ്മി നേതാവും രാജ്യസഭാംഗവുമായിട്ടുള്ള സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചിരുന്നു. അത് ചൂണ്ടിക്കാട്ടി മറ്റു പ്രതികൾക്കും ജാമ്യം അനുവദിക്കണം എന്നൊരു അപേക്ഷ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുൻപിലേക്ക് വെക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഏറെ നിർണായകമാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മിക്കും ഇന്നത്തെ ദിവസം. കാരണം ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ നോക്കുന്നത്. പക്ഷേ കർശനമായ നിയമ നടപടികൾ ഈ കേസിൽ തുടരുന്നുണ്ട് എന്നും അരവിന്ദ് കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുണ്ട് എന്നുള്ളതുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ആതിര. ശരി, മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കേസിൽ ഇഡി കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഇഡി വ്യക്തമാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്.